എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ച് തന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കിനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുവിധം എല്ലാ കഷ്ണവും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിലരിഞ്ഞാണ് ഞാൻ എടുത്തോണത്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, വറുത്തരച്ചൊന്നും വെക്കണില്ല അത്. അതിൽ കുമ്പളങ്ങ, കായ, വെണ്ടക്കായ, മുരിങ്ങക്കായ, തക്കാളി, കുമ്പളങ്ങ, ഉരുളൻകിഴങ്ങ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ, തക്കാളിയൊക്കെ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഇനി പരിപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ വയ്ക്കാം. എല്ലാം നീളത്തിൽ അരിയണതാണ് ഒരു ഭംഗി. പിന്നെ ഞാൻ ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അപ്പോൾ ഇനി നമുക്ക് അടച്ച് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിന് കാച്ചിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതാണ് വെന്ത് വന്നത്. അപ്പോൾ പാകത്തിന് വെള്ളം ഒക്കെ ആയിട്ട് നല്ല കഷ്ണങ്ങളും അല്ലാണ്ട് ഉടയാണ്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിൽ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ തീരെ വെള്ളം പോലെയല്ല. വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പൊടികൾ ഇടുക മാത്രമാണ്. അപ്പോൾ പൊടികളിപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്കൊരു ജോലിക്ക് പോകുന്നവർക്കൊക്കെ. അപ്പോൾ ഇതിൽ പൊടികൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. 1 സ്പൂണ് മുളക് പൊടി, പിന്നെ ഉലുവയും ഒരു 2-3 ഒരു ചെറിയ 1/4 ടീസ്പൂണ് ജീരകവും പൊടിച്ചതും, ഒരു ടീസ്പൂണ് കായപ്പൊടി, ചെറിയ ടീസ്പൂണാണ് കേട്ടോ കായപ്പൊടി നമ്മൾ ഓൾറെഡി അതിലിട്ടിട്ടുള്ളതാണ്. തീ ഓഫ് ചെയ്തിട്ട് ആ തീയിലിത് മുളക് നന്നായി ആയി വരണം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി വരണം. പച്ചമണം പോയി വരുമ്പോൾ നമ്മൾ കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ പുളി പിഴിഞ്ഞത്, ഒരു ചെറിയ ഉണ്ട പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായി ഇളക്കി കൊടുത്ത് അടിയിൽ നിന്ന് മുളകൊക്കെ എല്ലായിടത്തും ആവണ പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുക. കാരണം നമ്മൾ ഈ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞാനൊക്കെ സാധാ ഉണ്ടാക്കുന്ന സാമ്പാറാണ്. പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ നാളികേരമൊക്കെ വറുത്തരച്ച് എല്ലാം ഇട്ട് പിടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടിയെന്നില്ല. പക്ഷേ ഈ സാമ്പാറിന് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല സാമ്പാറാണ്. അപ്പം അതിൻ്റെ ഒപ്പം ഒരു തോരനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി ഇന്നത്തെ ഊണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക.